വെൽക്കം യു ഓൾ ടു ദിസ് കോമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BCom BBA സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, മോഡ്യൂൾ 3 ഡെലിവറിംഗ് വാല്യൂ. മോഡ്യൂൾ 3യിലെ ഡെലിവറിംഗ് വാല്യൂ ആണ് നമുക്ക് ഈ പറയുന്ന മോഡ്യൂളിൻ്റെ പേര്. ആ പറയുന്ന മോഡ്യൂൾ 3യിലെ ഒരു പോർഷൻ ഉണ്ട്, ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ആ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ഫസ്റ്റ് പോർഷൻ നമ്മൾ തൊട്ട് മുമ്പുള്ളൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ട് 6. ഇപ്പോൾ പാർട്ട് 7ൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സിൻ്റെ ബാലൻസ് പോർഷനാണ്. അപ്പോൾ പാർട്ട് 6 കാണാത്തവർ പാർട്ട് 6 വീഡിയോ കാണുക. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ മോഡ്യൂൾ 3 എന്ന് പറഞ്ഞിട്ട് പാർട്ട് 6 എന്നുണ്ട്, തൊട്ട് മുമ്പുള്ളൊരു വീഡിയോ. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരാം, കാരണം എന്നാൽ അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായി ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സും ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിനും. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ജനറൽ സ്റ്റോഴ്സ്, സിംഗിൾ ലൈൻ സ്റ്റോഴ്സ്, സ്പെഷ്യാലിറ്റി ഷോപ്സ്, സ്ട്രീറ്റ് ഷോപ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്സ്, സെക്കൻഡ് ഷോപ്സ് എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാനുള്ളത് അതിലത്തെ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ലാർജ് സ്കെയിൽ റീറ്റെയിലർ ഡീൽസ് ഇൻ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് വോളിയം. Large scale retailing is the retail trade involving operations on a large scale and sale of goods in small quantities. ഇവിടെ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ബൾക്കായിട്ടായിരിക്കും, കൂടുതൽ വോളിയം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിലൊക്കെ ആണെങ്കിൽ ഓരോ സാധനങ്ങൾ 1, 2 അല്ലെങ്കിൽ 5, 10 അല്ലല്ലോ വെക്കുക. ആ ഓരോ സാധനങ്ങളും എന്തായിരിക്കും, ബൾക്കായിട്ട് ഓവർ വോളിയംസിലായിരിക്കും സാധനങ്ങളൊക്കെ വിൽക്കുക. അതായത് വൈഡ് വെറൈറ്റി ഉണ്ടാവും. അതാണ് ഈ പറയുന്ന ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ഈസ് ദ റീറ്റെയിൽ ട്രേഡ് ഇൻവോൾവിംഗ് ഓപ്പറേഷൻ ഓൺ എ ലാർജ് സ്കെയിൽ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റി. ഇവർ സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ ബൾക്കായിട്ടാണ് വാങ്ങുന്നത്. ആ സാധനങ്ങൾ ഇപ്പോൾ ഒരു 50 കിലോൻ്റെ ആണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഏതെങ്കിലും ഒരു ഐറ്റം 50 അല്ലെങ്കിൽ 100 കിലോൻ്റെ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ഒരാൾക്ക് തന്നെ 50-100 കിലോ കൊടുക്കണമെന്നല്ല. അവരത് വാങ്ങുന്ന സമയത്ത് ബൾക്കായിട്ട് വാങ്ങിയിട്ട് അവരുടെ കടയിൽ വെക്കുന്നു. എന്നിട്ട് അത് ചെറിയ ചെറിയ അത്ര ക്വാണ്ടിറ്റീസിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നത് എത്രയാണോ അത്ര വെച്ചിട്ട് കൊടുക്കുക. അങ്ങനെയുള്ളതിനാണ് നമുക്ക് ഏത് പറയുന്നത്, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ഇനി താഴെ പറയാൻ പോകുന്നതൊക്കെ ഈ പറയുന്ന ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളും കൂടി കുറച്ചും കൂടി കേൾക്കുമ്പോൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിൽ വരുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ്. എ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ഈസ് എ ഹൈലി ഡെവലപ്ഡ് ഫോം ഓഫ് റീറ്റെയിൽ ട്രേഡ്. എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആർ സോൾഡ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് അണ്ടർ വൺ റൂഫ് ആൻഡ് വൺ മാനേജ്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിലെ ഏറ്റവും വലിയ ഒരു പാർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഫോമാണ് ഏത്, റീറ്റെയിൽ ട്രേഡിൻ്റെ ഏതാണ്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ആണ്. ഓക്കെ, അത് നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിലും ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിന് വലിയൊരു എക്സാമ്പിൾ ഫസ്റ്റ് പറയുമ്പോൾ ഏതാ പറയാറ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്നാണ് പറയാറ് അല്ലേ. ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിൽ എങ്ങനെയായിരിക്കും, വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആർ സോൾഡ്. കുറേ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ് അവിടെ എന്താ പറയുക സെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ വിൽക്കുന്നത്. അത് എങ്ങനെയാണ് വിൽക്കുന്നത്, ഒരു സ്ഥാപനത്തിൽ. ഓക്കെ, അതായത് ഒരു റൂഫിൻ്റെ കീഴിൽ എന്തൊക്കെ സാധനങ്ങൾ വിൽക്കാൻ പറ്റുമോ അതൊക്കെ അവർ വിൽക്കുന്നു. ഒരു മാനേജ്മെൻറ്റ് കീഴിൽ, ഒരു റൂഫിൻ്റെ കീഴിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പോയി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അതായത് ചിലപ്പോൾ ഒരു സെക്ഷനിൽ മൊത്തം സ്റ്റേഷനറി ഐറ്റംസ്, വേറൊരു സെക്ഷനിൽ മൊത്തം ബുക്സ്, വേറൊരു സെക്ഷനിൽ ഫുൾ ഫർണിച്ചർ, ദെൻ വേറൊരു സെക്ഷൻസ് നമ്മൾ ക്ലോത്തിങ്സ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഓരോ ഏരിയയിലും ഡിഫറെൻറ്റ് ഐറ്റംസ് അങ്ങനെ ഉണ്ടാവും. എല്ലാ സാധനങ്ങളും ഒരൊറ്റ സ്ഥലത്ത് എന്ന് പറയില്ല. അതേപോലെ അതായത് സൂചിപ്പിൻ മുതൽ പിയാനോ വരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, എല്ലാ സംഭവങ്ങളും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിൽ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ആ ഒരു ഓർഗനൈസേഷനെ ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ്, അക്കൗണ്ടിങ് ആൻഡ് സർവീസ്, സെപ്പറേറ്റ് മാനേജേഴ്സ് അപ്പോയിൻറ്റഡ് ഫോർ ഈച്ച് സെക്ഷൻസ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് മാനേജേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ ജനറൽ മാനേജർ ഓഫ് ദ ഓർഗനൈസേഷൻസ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് ജനറൽ മാനേജർ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ ജനറൽ മാനേജർ ആയിരിക്കും ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ ഷോപ്പ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ്. മൾട്ടിപ്പിൾ ഷോപ്സ് ആർ ഡിസൈൻഡ് ആസ് ആൻ ഔട്ട്ലെറ്റ് ഫോർ മാസ് ഡിസ്ട്രിബ്യൂഷൻ. Multiple shops are also called chain stores.
It is a system of branch shops dealing in similar line of goods. These shops are operated under centralized management. The branch shops are spread throughout the country under the same name. The head office supplies the requirements of branches. The branch shops sell the goods at the price fixed by the head office. There is uniformity in advertisement, window display, and other operations of the branches. Mavili stores, Bata Shoe, etc. operate under chain stores system. ഇവിടെ അടുത്തത് പറയുന്നത് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് മൾട്ടിപ്പിൾ പറഞ്ഞാൽ തന്നെ അറിയാം, ഒന്നല്ല രണ്ടിൽ കൂടുതൽ എന്ന് പറയുന്നതാണ് അല്ലേ. അതേപോലെ തന്നെയാണ് രണ്ടിൽ കൂടുതലുള്ള ഷോപ്സ് ഒക്കെയാണ്, അതിനാണ് നമ്മൾ പറയുക ചെയിൻ സ്റ്റോഴ്സ് എന്ന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബ്രാഞ്ച് ഷോപ്പ് ഡീലിംഗ് ഇൻ എ സിമിലർ ലൈൻ ഓഫ് ഗുഡ്സ്. നമ്മൾ ഒരേ ലൈൻ ഓഫ് ഗുഡ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കച്ചവടം ചെയ്തിട്ടുണ്ടാവുക. ബാറ്റ ഷൂയുടെ ആണെങ്കിൽ ഒരു കടയിൽ ബാറ്റ ഷൂവും അവരുടെ അതേ ബ്രാഞ്ചസ് തന്നെ ആയിരിക്കും അവർ ഡീൽ ചെയ്യുന്നതും എന്ത് തന്നെയായിരിക്കും, ബാറ്റ ഷൂ തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ഡ്രസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടല്ല. സെയിം ലൈൻ ഓഫ് ഗുഡ്സിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു സെക്ഷനിൽ നിന്നായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മാവേലി സ്റ്റോഴ്സ് ഒക്കെ എങ്ങനെയാണ് സെൻട്രലൈസ് ചെയ്യുന്നത്? ഒരു ടീമിൽ സെക്ഷനിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ സെക്ഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബേസിൽ നിന്നായിരിക്കും മാവേലി സ്റ്റോഴ്സ് റെഡിയാക്കി ഉണ്ടാവുക. പക്ഷേ അത് ഓരോ ഏരിയകളിലും ഉണ്ട് മാവേലി സ്റ്റോഴ്സ്. പിടികിട്ടിയോ? അതായത് ലൈൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് സിമിലർ, ഒരേപോലത്തെ ആയിരിക്കും. ഓക്കെ, അത് ചിലപ്പോൾ ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്താണെങ്കിൽ അടക്കം അവരുടെ പേരടക്കം എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഹെഡ് ഓഫീസ് സപ്ലൈ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ബ്രാഞ്ചസ്. ഹെഡ് ഓഫീസിൽ നിന്നാണ് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഓരോ സെക്ഷൻ ബ്രാഞ്ചസുകൾക്ക് വേണം എന്നുള്ളത് ആ പറയുന്ന ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കൺട്രോൾ ചെയ്യുന്നതും ആരെന്നെയായിരിക്കും, ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും. അവരെന്നെ ആയിരിക്കും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. റെഡി? നെക്സ്റ്റ് ഈസ് മെയിൽ ഓർഡർ ഹൗസ്. Mail order houses are large retail outlets that sell their merchandise through mail. There is generally no direct personal contact between the buyers and the sellers in this type of trading. മെയിൽ ഓർഡർ ഹൗസ് എന്ന് പറഞ്ഞ് നമ്മുടെ ലാർജ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലെ ഏറ്റവും വലിയൊരു പാർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് തന്നെയാണ് ഏത് മെയിൽ ഓർഡർ ഹൗസ് എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന മെയിൽ ഓർഡർ ഹൗസസ് എന്ന് പറയുന്ന സാധനങ്ങളെ അവരെങ്ങനെയാണ് വിൽക്കുന്നത്? ത്രൂ പോസ്റ്റൽ വഴി അല്ലെങ്കിൽ ത്രൂ മെയിൽ വഴിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ അയക്കുന്നത്. ഈ പറയുന്ന ട്രേഡിങ്ങിൽ ദർ ഈസ് അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് ബയ്യറും സെല്ലറും ഇല്ല, വാങ്ങുന്നവരും വിൽക്കുന്നവരുമായിട്ട് യാതൊരു ഡയറക്റ്റ് കണക്ഷൻസും ഇല്ല. ഇവരെ എങ്ങനെ പറയുന്നത്? മെയിൽ വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റൽ വഴിയോ അയച്ചു കൊടുക്കുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തില്ല, ദർ ഇസ് നോ മിഡിൽമാൻ ആവശ്യം ഇല്ലാതെ തന്നെയാണ് ഇവർ ഈ പറയുന്ന സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത്. അതിന് പല രീതിയിലും ആവാം. എങ്ങനെയൊക്കെയെന്നറിയോ? ചിലപ്പോൾ കാറ്റലോഗ്സോ അവരുടെ കമ്പനിയുടെ ഡയറക്ടറീസ് നോക്കിയിട്ട് നമ്മൾ വിളിക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ അതായത് ഈ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസോസിയേഷൻസ് മെമ്പേഴ്സ് അവരെയൊക്കെ നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഈ കമ്പനിക്കാർ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ചെയ്ത ടീമുകാർ ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് പറയും, അവർ എത്ര പ്രൊഡക്ട്സ് വേണം എന്നുള്ളതാണ് അഡ്രസ്സും കാര്യങ്ങളും. പിന്നെ ആ ഒരു ഡീലിങ്സിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി അവർ പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അത് എങ്ങനെയും ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ആവാം അവരുടെ പ്രൊഡക്ട്സ് നമ്മൾ അവരുടെ കാറ്റലോഗ്സ് കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഫോൺ നമ്പർ കളക്ട് ചെയ്ത് എന്നിട്ട് നമ്മളത് വിളിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുന്നു. അതിന് ശേഷം ഈ പറയുന്ന ഓർഡേഴ്സ് ഡയറക്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നു. ഓക്കെ, അത് മെയിൽ ഓർഡർ ഹൗസ് എന്ന് പറയുന്നത്. Next is consumer cooperative stores. Consumer cooperative stores are large-scale retail shops managed and controlled by consumers under cooperative principles. ഇവിടെ ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വൺ ഓഫ് ദ ടൈപ്പ് ഏതിൻ്റെ ടൈപ്പ് തന്നെയാണ്, ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്സിൻ്റെ ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ കൺസ്യൂമർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ എന്തൊക്കെയാണോ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പാലിച്ചു കൊണ്ട് നടത്തുന്ന ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആണ്. ഇവിടെ അധികം അവിടെ എന്തില്ല, അവിടെ എലിമിനേറ്റ് മിഡിൽമാൻ എന്ന് പറയുന്ന ഒരു കാര്യം ആരുമില്ല. അങ്ങനെ ആവുമ്പോൾ ആ പറയുന്ന ഓരോ സാധനങ്ങൾക്കും വില എന്തായിരിക്കും, മിഡിൽമാൻ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ സാധനങ്ങളുടെ വില എന്തായിരിക്കും, കുറവായിട്ടായിരിക്കും സാധനങ്ങൾ കസ്റ്റമേഴ്സിന് സാധനങ്ങളൊക്കെ വിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. These stores are formed by consumer to ensure steady to play of goods and services of high quality at the reasonable prices.
The profit earned by the consumer cooperative stores during a year are utilized for declaring going to members and for strengthening the general resource and general welfare fund. അതായത് ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ഈ പറയുന്ന കൺസ്യൂമേഴ്സിനൊക്കെ ഡയറക്റ്റ് ആയിട്ടാണ് സാധനങ്ങൾ അല്ലെ ഗുഡ്സും സർവീസും സേവനങ്ങളൊക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ്. അതിന് ഇടയിൽ ആരും എന്തില്ല, മിഡിൽ മാൻ എന്ന് പറയുന്നതില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് തന്നെ ആയിരിക്കും, പക്ഷേ റീസണബിൾ മിതമായ വിലയിലായിരിക്കും സാധനങ്ങൾ കൺസ്യൂമേഴ്സിന് വിൽക്കുക. അതേപോലെ അങ്ങനെ അവർ ഏൺ ചെയ്തിട്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് അവർ പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് മെമ്പേഴ്സിന് കൊടുക്കുകയും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള എമൗണ്ട് പ്രോഫിറ്റ് ജനറൽ റിസോഴ്സസിലേക്ക് മാറ്റുകയും അതേപോലെ തന്നെ ജനറൽ വെൽഫെയർ ഫണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും. ക്ഷേമനിധി എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലേക്ക് അത് സൊസൈറ്റിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ രീതിയിലേക്കുള്ള ആ പറയുന്ന പൈസ അതിലേക്ക് ചിലവഴിച്ച് മാറ്റിവെക്കുന്നു. ഓക്കെ, ജനറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് ജനറൽ വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റിവെക്കുന്നു ആ ഫണ്ട് പ്രോഫിറ്റ്. റെഡി? നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് സൂപ്പർ മാർക്കറ്റ്. Supermarkets are large retail stores selling a wide variety of consumer goods on the basis of low price appeal under one roof. The good traded or generally food products and other low price, branded and widely used consumer products such as grocery, utensils, ക്ലോത്ത്സ്, ഇലക്ട്രോണിക്സ്, ഹൗസ് ഹോൾഡ് ഗുഡ്സ്, മെഡിസിൻസ് എക്സെട്ര. അതായത് സൂപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ പോയിട്ടുള്ള കടകളും അതൊക്കെ സ്റ്റോഴ്സ് ഒക്കെ തന്നെയാണ് അല്ലെ സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു റൂഫിൻ്റെ കീഴിൽ എന്തൊക്കെ സാധനങ്ങൾ വൈഡ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടാവുമോ, ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആയിരിക്കാം, ഓക്കെ ക്ലോത്ത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹൗസ് ഹോൾഡ് പ്രോപ്പർട്ടി വീടുകളിൽ ഉപകരണ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കാം, പലചരക്ക് സാധനങ്ങളായിരിക്കാം, ഓക്കെ പിന്നെ അതല്ലാതെ ഇലക്ട്രോണിക് സാധനം, മെഡിസിൻസ് ആവാം, പല രീതിയിലും സാധനങ്ങളെല്ലാം തന്നെ ഒരൊറ്റ കുടക്കീഴിൽ ഉണ്ടാവും പറയില്ല, അതേപോലെയുള്ളതാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു റാക്കും ആ ഓരോ ഏരിയസിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ആ പറയുന്ന ഓരോ പ്രൊഡക്ട്സിനും പ്രൈസ് ടാഗ് അടക്കം ഫിക്സ് ചെയ്ത് വെച്ചിട്ടും അത് ഇപ്പോഴത്തെ കാലത്ത് അധികവും ഈ പറയുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് ടാഗ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ദ കസ്റ്റമേഴ്സ് മൂവ്സ് ഇൻ ടു ദ സ്റ്റോർസ് ടു പിക്ക് അപ്പ് ഗുഡ്സ് ഓഫ് ദെയർ റിക്വയർമെൻറ്റ്സ്, ബ്രിങ് ദം ടു ക്യാഷ് കൗണ്ടർ, മേക്ക് പേയ്മെൻറ്റ്സ് ആൻഡ് ടേക്ക് ഹോം ദ ഡെലിവറി. കസ്റ്റമേഴ്സ് സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്ത് എടുക്കുക, എന്നിട്ട് ലാസ്റ്റ് ക്യാഷ് കൗണ്ടറിൽ അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ അവർ കൊടുക്കുക, എന്നിട്ട് അത് ബിൽ ചെയ്യുക, എന്നിട്ട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ആ ഒരു രീതിയിലേക്ക് വരുന്നത് സൂപ്പർ മാർക്കറ്റ്. നമുക്കറിയുന്ന ആ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റ്. റെഡി? നെക്സ്റ്റ് ഈസ് ഫ്രാഞ്ചൈസിങ്. Franchising is an arrangement where one party, known as the franchisor, grants some rights and authorities to another party, known as the franchisee, to do the same line of business as that of the franchisor. Franchising is a well-known marketing strategy for business expansion. നമ്മുടെ ഒരു ഇപ്പോഴത്തെ കാലത്ത് ബിസിനസ് വളർച്ച എത്രത്തോളം ആണോ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് അത് കുറച്ചും കൂടി ഡെവലപ്പായിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റ് തന്ത്രം തന്നെയാണ് നമ്മുടെ ഈ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ട് കാണും ഇത് ആ ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി ആണെന്ന് പറയും. അതായത് ഹെഡ് ഓഫീസ് വേറൊരു സ്ഥലത്തായിരിക്കും, പക്ഷേ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ കമ്പനീസ് ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരുടെ ട്രേഡ് മാർക്ക്, അവരുടെ ഈ പറയുന്ന സീല്, പോളിസീസ് എല്ലാം തന്നെ സെയിം ആയിരിക്കും. എല്ലാത്തിനും അധികാരം സെയിം ഒരേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ അതെന്താ സംഭവം? ഫ്രാഞ്ചൈസീസ് എന്നാ പറയാം. മനസ്സിലായോ? അതായത് ഇതിൽ പറയുന്നത് ഒരു അറേഞ്ച്മെൻ്റ് ആണ്, അതേപോലെ തന്നെ ഒരു എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഫ്രാഞ്ചൈസറും ഉണ്ട്. ഓക്കെ, ഫ്രാഞ്ചൈസിയും ഫ്രാഞ്ചൈസറും തമ്മിലൊക്കെ ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ വരുന്നത്. അപ്പോൾ ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അത് നമുക്ക് അതിലത്തെ സെയിം ഒരു അതോറിറ്റി, നമ്മുടെ ഹെഡ് ഓഫീസ് മുംബൈയിലാണെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് തന്നെ വേറെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ട്രേഡ് മാർക്കും സെയിലും പോളിസീസും എല്ലാം സെയിം ആണ്. എല്ലാവർക്കും ഒരേ ഈക്വൽ അതോറിറ്റീസ് ആണ്. എല്ലാവരുടെയും പറയുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇപ്പോൾ NIIT പറയുകയാണെങ്കിൽ ഇപ്പോൾ എവിടെ NIIT പഠിച്ചാലും സെയിം വാല്യൂ തന്നെയാണ്. കാരണം അതേ ട്രേഡ് മാർക്ക്, അതേ സീലും കാര്യങ്ങളും എല്ലാം ഒരേ വാല്യൂ ആയിട്ടാണ്. അതൊക്കെ അതെന്താണ്? ഫ്രാഞ്ചൈസിയാണ്. റെഡി? അപ്പോൾ ഇതാണ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിൻ്റെ സബ് പോയിൻറ്റ്സ്, അതിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് മാത്രം എഴുതാം. അതല്ലാതെ എക്സാമിന് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്മോൾ സ്കെയിലും എഴുതണം, ലാർജ് സ്കെയിലും എഴുതണം. അതേപോലെ തന്നെ പാർട്ട് 6 ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ, ആ പാർട്ട് 6 വീഡിയോയും കൂടി കാണും. അപ്പോൾ ഒരൊറ്റ എസ്സേ ചോദിക്കുവാണ് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വീഡിയോസും തൊട്ട് മുമ്പ് പറഞ്ഞ വീഡിയോസും കൂടി അറേഞ്ച് ചെയ്തിട്ട് എഴുതണം. ആദ്യം എഴുതേണ്ടത് ഏതാണ്? പാർട്ട് 6 കണ്ട വീഡിയോസാണ് ആദ്യം എസ്സേ
ടൈപ്പായിട്ട് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. അതിനുശേഷം ഈ പറയുന്ന പാർട്ട് 7 ഈ പറയുന്ന വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടി എഴുതാം. ഇനി ശരിക്കും ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് ഉണ്ട്, കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞു എല്ലാത്തിലും ഈ പറയുന്ന അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു തരാമെന്നറിയോ, അടുത്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. കാരണം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോഴേക്കും വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എസ്സേ ടൈപ്പായിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് ഞാൻ ആക്കി തന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഈ പറയുന്ന റീറ്റെയിലേഴ്സിൻ്റെ ടൈപ്സിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഈ പറയുന്ന ചില കേസുകളിലൊക്കെ നമ്മൾ മെയിൽ ഓർഡർ എന്നൊക്കെ പറഞ്ഞില്ല, ആ പറയുന്നതിലൊക്കെ പ്രൊസീജിയറും കൂടി ഉണ്ട്. അതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.